കാക്കയാലാഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും. വിശ്വസ്തൻ എന്നെ വിളിച്ചതാൽ നടത്തും അന്ത്യം വരെ. വിശ്വാസത്തോടെ തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ, ഇല്ലാതെല്ലും നിരാശകൾ എൻ പ്രിയക്കുള്ളതാ. കാക്കയാലാഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും. വിശ്വസ്തൻ എന്നെ വിളിച്ചതാ നടത്തും അന്ത്യം വരെ. തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ, ഇല്ലാതെല്ലും നിരാശകൾ എൻ പ്രിയക്കുള്ളതാ. പാടും ഞാൻ ആയുസ്സിൻ നാളെല്ലാം വീണ്ടെടുത്ത എൻ പ്രിയനേ. സ്തോത്രം ഞാൻ ചെയ്തിടും സാരന്തം ആനന്ദോഷത്തെ. ആകുല ചിന്തകൾ വേണ്ടി ആശ്വാസകാലമതുണ്ടല്ലോ. ആത്മാവിനാൽ നടന്നിടാം ക്രിസ്തു വിശ്വാസിയെ. പാടും ഞാൻ ആയുസ്സിൻ നാളെല്ലാം വീണ്ടെടുത്ത എൻ പ്രിയനേ. സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആനന്ദോഷത്തെ. ആകുല ചിന്തകൾ വേണ്ടി ആശ്വാസകാലമതുണ്ടല്ലോ. ആത്മാവിനാൽ നടന്നിടാം ക്രിസ്തു വിശ്വാസിയെ. യേശുവിനോട് സമ്പത്തും വാഗ്ദത്തമാം നിക്ഷേപവും ഭാഗ്യമേറും പ്രത്യാശയും തേജസ്സമ്പൂർണ്ണതയും കാണുന്നു ഞാൻ സൈന്യത്തെ ശോഭന പൂർണ്ണനം സംഘത്തെ വിശുദ്ധന്മാരുടെ കൂട്ടത്തെ നിത്യസന്തോഷത്തെ. യേശുദാൻ എന്നോട് സമ്പത്തും വാഗ്ദത്തമാം നിക്ഷേപവും ഭാഗ്യമേറും പ്രത്യാശയും തേജസ്സമ്പൂർണ്ണതയും കാണുന്നു ഞാൻ സൈന്യത്തെ ശോഭന പൂർണ്ണനം സംഘത്തെ വിശുദ്ധന്മാരുടെ കൂട്ടത്തെ നിത്യസന്തോഷത്തെ. ചാരിടും ജ്ഞാനമാ
വിശ്വാസത്തോടെ പറയാൻ കഴിയും. സ്വരം കേട്ട് മുമ്പോട്ട് പോകുവാൻ താല്പര്യമുള്ളവർ സമർപ്പണത്തോടെ ഈ രണ്ടുകൾ ചേർന്ന് പാടിയാട്ട്. Yes. Hallelujah. Hallelujah. Oh, thank you, Jesus. Thank you, Master. Thank you, Holy Spirit. Hallelujah. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കൂടപ്പിറപ്പുകളെ, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നുവല്ലോ. ലഭിച്ചിട്ടും നാളുകൾ കഴിഞ്ഞ് തിരിച്ചറിഞ്ഞ മറുപടി എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവ വചനത്തിൻ്റെ കേൾവിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി കൊടുക്കുന്നവനാണ് സ്നേഹവാനായ ദൈവം. എന്നാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടോ എന്ന് നിശ്ചയമില്ലാത്തവരാണ് ഏറിയ പങ്ക് വിശ്വാസികളും. പലരുടെയും പ്രാർത്ഥന പതിവ് ചടങ്ങും ശൈലിയുമാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് നിശ്ചയമുള്ളവരുടെ ഇടയിലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥത്തിൽ ദൈവം മറുപടി തരുന്നുണ്ടോ, തന്നിട്ടുണ്ടോ എന്ന് സംശയത്താലുള്ള ചിന്തയുള്ളവരാണ് അനേക വിശ്വാസികൾ. ദൈവവചനം പറയുന്നു, ദൈവം കേൾക്കാൻ തക്ക യോഗ്യതയുള്ള പ്രാർത്ഥനയാണെങ്കിൽ നിശ്ചയമായും ദൈവം ഒരുവന്റെ പ്രാർത്ഥന കേൾക്കുകയും അവന് മറുപടി നൽകുകയും ചെയ്യും. പക്ഷെ ലഭിക്കുന്ന മറുപടി പലപ്പോഴും നാം പ്രതീക്ഷിക്കുന്ന രീതിയിലാകണമെന്നില്ല. പിതാവാം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചുള്ള മറുപടിയായിരിക്കും പ്രാർത്ഥിക്കുന്നവന് ലഭിക്കുന്നത്. പ്രിയരെ, ദൈവം നമ്മുടെ പിതാവാണ്. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. പിതാവ് ഒരിക്കലും മക്കൾക്ക് ദോഷകരമാകുന്നതൊന്നും ചെയ്യില്ല. നമ്മുടെ ദേഹി ആത്മാവിന് ദോഷം വരുന്നതൊന്നും അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ചാലും നമുക്ക് ദൈവം നൽകുകയില്ല. ദൈവപദ്ധതിക്കെതിരെയും ദൈവഹിതത്തിന് വിപരീതമായും മക്കൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുമെങ്കിലും മറുപടി നൽകുമെങ്കിലും നാം പ്രതീക്ഷിച്ചതുപോലെയുള്ള മറുപടി ആയിരിക്കില്ല ഒരുപക്ഷെ ലഭിക്കുന്നത്. ഏലിയാവെന്ന പ്രവാചകൻ ഇസബേലിന്റെ ഭീഷണിക്ക് മുൻപിൽ ഭയപ്പെട്ട് മരണം കാംക്ഷിച്ച് മരുഭൂമിയിൽ പോയി കിടന്ന് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് തന്നെ എടുത്തുകൊള്ളാൻ പ്രാർത്ഥിച്ചു. പിതാവ് പ്രാർത്ഥന കേട്ടുവെങ്കിലും ഭക്തൻ പ്രതീക്ഷിച്ച് കാത്തിരുന്ന മറുപടിയല്ല ദൈവം ഏലിയാവിന് കൊടുത്തത്. ദൂതനെ തൻ്റെ അടുക്കൽ ഇറക്കി കനലിൽ ചുട്ട അപ്പവും തുരുത്തിയിലെ വെള്ളവും കൊടുത്തു. താൻ തുടർന്ന് ചെയ്യാനുള്ളതിനെക്കുറിച്ച് ദൂത് പറഞ്ഞു കൊടുത്തു. തനിക്കൊരു പിൻഗാമിയെ കൂടെ തൻ്റെ കൂടെ നടക്കുവാൻ കൊടുത്തു. നോക്കൂ, ഇപ്രകാരമാണ് പലർക്കും കിട്ടുന്ന മറുപടി. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നത് തൻ്റെ സർവജ്ഞാനത്താൽ ദൈവം കാണുന്നുണ്ട്. അതാണ് നമുക്ക് ലഭിക്കുന്നത്. പലപ്പോഴും പലർക്കും പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടി എന്തെന്ന് അപ്പോൾ മനസ്സിലായിട്ടില്ല. കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും അവർ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നത് പോലും. ഞാനൊന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ആയിരുന്നല്ലോ അന്ന് ലഭിച്ചത് എന്ന് പിന്നീട് നാളുകൾക്കിപ്പുറം തിരിച്ചറിഞ്ഞ് എത്രയോ മറുപടികൾ പ്രിയരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യം പറയുവാനായിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കിക്കേ പ്രിയരെ, നമ്മുടെ ചില ആവശ്യഘട്ടങ്ങളിൽ നാം പ്രതീക്ഷിച്ചതുപോലെ അത് നിവർത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിരാശപ്പെടേണ്ട. ആ നാളുകളിൽ നാം നശിച്ചു പോകാതെ നിലനിൽക്കുവാനും
നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുവാനും ഇടയാക്കിയില്ലേ? നമ്മുടെ പ്രാർത്ഥന പ്രകാരം നമുക്ക് ആവശ്യമുള്ളതൊക്കെ പിതാവ് നൽകിക്കഴിഞ്ഞിരുന്നു എന്ന് തിരിച്ചറിയുവാൻ മക്കൾക്കാകണം. മക്കൾക്ക് നേരെ, അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ ഒരിക്കലും പിതാവാം ദൈവം കണ്ണുകൾ അടയ്ക്കുകയില്ല. ദൈവമക്കളായ നാം പ്രാർത്ഥിക്കേണ്ടതും പിതാവിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നത് നമുക്ക് പിതാവാം ദൈവത്തോടുള്ള ധൈര്യമാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. പ്രിയരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നാം വിശ്വാസത്താൽ നമ്മുടെ ഉള്ളം നിറയ്ക്കണം. പിതാവേ, അങ്ങ് എന്നെ സഹായിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് നാം വിശ്വാസം പ്രഖ്യാപിക്കുന്നത് തന്നെ നമ്മിൽ പിതാവാം ദൈവം സന്തോഷിക്കുവാൻ കാരണമാകുന്ന കാര്യമാണ്. വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്ന തൻ്റെ മക്കളുടെ വിശ്വാസത്തെ, അവരുടെ ആശ്രയ മനോഭാവത്തെ നിരാശപ്പെടുത്തുവാൻ പിതാവിന് കഴിയുകയില്ല എന്ന് നാം തിരിച്ചറിയണം എന്ന് പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്രകാരമുള്ളവർക്കാണ് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കാനും മറുപടി പ്രാപിക്കുവാനും കഴിയുന്നത്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എത്രയെത്ര മറുപടികൾ ദൈവം നൽകി തന്നു. നാം ചോദിച്ചതെല്ലാം പിതാവ് അങ്ങനെ തന്നെ നൽകി തന്നിരുന്നെങ്കിൽ അത് നമുക്ക്, നമ്മുടെ ദേഹത്തിനോ ദേഹിക്കോ ആത്മാവിനോ എത്രയോ ദോഷമായിരുന്നേനേയും എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ചോദിച്ച വിഷയങ്ങൾക്ക് മറുപടി വ്യത്യസ്ത രീതിയിൽ നൽകി തരികയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വർഗീയ പിതാവ് നമ്മെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് അതിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുക. ഇപ്പോഴും അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുവാൻ പ്രാഗൽഭ്യമുള്ള മക്കളായി അവൻ്റെ സന്നിധിയിൽ തന്നെ നിൽക്കുവാൻ താല്പര്യപ്പെടുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ, അങ്ങ് അവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ ഉപകാരങ്ങളും ഓർത്ത് സ്തോത്രം ചെയ്യുവാനും അവരുടെ പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട്, കേൾക്കുന്നു എന്ന് തിരിച്ചറിയുവാനും തക്കവണ്ണം കൃപയാൽ നിറയ്ക്കണമേ. ഞങ്ങൾ ഇതിനോടകം ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിട്ടുള്ള മറുപടികളെ, പ്രാർത്ഥനയുടെ മറുപടികളെ തിരിച്ചറിഞ്ഞ് ആയിരം നന്ദി അർപ്പിക്കുന്നവരായി ജീവിപ്പാൻ ഇന്ന് പകലിലും അപ്രകാരം ലഭിച്ച മറുപടികൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് ആരാധിക്കുവാനും ലഭിക്കുവാനുള്ള മറുപടിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ക്ഷമയോടെ കാത്തിരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവകൃപയാൽ നിറയ്ക്കണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിനു വേണ്ടി അധികം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധി തികച്ച് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. മാറാനാഥ. മുൻപോട്ടു പോയിടാം, കൂടുണ്ടു പ്രിയനൻ ചാരവിൽ ചാരിടും ഞാനമാർവതിൽ. കേൾക്കുന്നു നാഥനിമ്പ സ്വരം, മുൻപോട്ടു പോയിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Oh, Shivala Rakadana. Hallelujah. Hallelujah. Oh, hallelujah. Amen. കാക്കയാലാഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും.
വിശ്വസ്തൻ എന്നെ വിളിച്ചതാൽ നടത്തുമന്ത്യം വരെ. വിശ്വാസത്തോടെ തീർന്നിടും നേരത്തിൽ ശോധനയേറിടും വേളയിൽ ഇല്ലാതെയും നിരാശകൾ എൻ പ്രിയക്കൂടുള്ളതാ. കാക്കയാൽ ആഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും. വിശ്വസ്തൻ എന്നെ വിളിച്ചതാ, നടത്തുമന്ത്യം വരെ. ഏകനായി തീർന്നിടും നേരത്തിൽ ശോധനയേറിടും വേളയിൽ ഇല്ലാതെയും നിരാശകൾ എൻ പ്രിയക്കൂടുള്ളതാ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, Thank you, Jesus. ഹല്ലേലൂയ, അങ്ങേക്ക് സകലമഹത്വവും നന്ദി ഞങ്ങൾക്ക് കർത്താവേ. പാടും ഞാൻ ആയുസ്സിൻ നാളെല്ലാം വീണ്ടെടുത്ത എൻ പ്രിയനേ. സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആനന്ദസന്തോഷത്തെ. Thank you. ആകുല ചിന്തകൾ വേണ്ടി ആശ്വാസ